ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല. അപ്പോൾ ഒരാളെ കൊലക്ക് കൊടുത്തിട്ട് തട്ടമിട്ട് ഡാഷ് മോള് പറയുന്നത് ആണുങ്ങൾ പേഴ്സണൽ ബൗണ്ടറി കീപ്പ് ചെയ്യണം. അയാൾ അറിഞ്ഞുകൊണ്ട് എൻ്റെ ദേഹത്ത് തട്ടിയതാണെന്നാണ്. ഇനി അറിഞ്ഞുകൊണ്ട് മുട്ടിയതാണെങ്കിൽ ഇപ്പൊ ചിലക്കുന്ന ഈ 100 അടി നീളമുള്ള നാക്കുണ്ടല്ലോ, അത് അവൾക്ക് ആ ബസ്സിന്നില്ലായിരുന്നോ? നിങ്ങൾ എന്തിനാണ് എൻ്റെ ദേഹത്ത് മുട്ടിയതെന്ന് അപ്പ ആ ബസ്സെന്ന് ചോദിക്കണ്ടേ? ഇല്ല മോളെ, അറിയാതെ സംഭവിച്ചതാണ്, അല്ലെങ്കിൽ പറ്റിപ്പോയി, സോറി എന്ന് പറയാനുള്ള ഒരു അവസരം അയാൾക്ക് കൊടുക്കണ്ടേ? അവളുടെ ആവശ്യം ആരെങ്കിലും ഒന്ന് ദേഹത്ത് മുട്ടണം, കുറച്ച് ലൈക്കും കമന്റും വാങ്ങിക്കൂട്ടണം, സോഷ്യൽ മീഡിയയിൽ ഇട്ടൊന്ന് ആളാവണം. മനുഷ്യന്മാരാണ്, ആണുങ്ങളാണ്, തെറ്റും കുറ്റും ഉണ്ടാവും, തട്ടുമുട്ടൊക്കെ ചെയ്യും. ഓളാ ഫോണും പിടിച്ച് നിൽക്കണം നിൽപ്പ് കണ്ടോ? ഓളാ മൊലിയും വെച്ച് കൊടുത്തിട്ട് ആരെങ്കിലും ഒന്ന് തട്ടിയെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരാൾ തട്ടി കിട്ടിയപ്പോൾ ഓളെ ബസ്സിൽ നിന്ന് ഇറങ്ങി. ആ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അയാൾക്ക് താങ്ങാൻ പറ്റിയില്ല, അയാൾ ആത്മഹത്യ ചെയ്തു. ഒരാളെ കൊന്നപ്പോൾ പൊലയാടി മോൾക്ക് സമാധാനമായിട്ടുണ്ടാവും. ഈ പെൺകുട്ടിക്ക് ഒരു തന്തിയും തള്ളി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടാണ് പറയാനുള്ളത്, നിങ്ങൾ വളർത്തി വലുതാക്കി തീറ്റിപ്പോറ്റി ഫോണും വാങ്ങിച്ചു കൊടുത്ത് നിങ്ങൾ വിട്ടതല്ലേ? അതേ അവകാശത്തിൽ അവളുടെ ഫോണും വാങ്ങി വെച്ച് അവളുടെ ചന്തി മൂല അരിഞ്ഞ് നിങ്ങൾ അവളെ വീട്ടിലിട്ടോണം. ഇനിയൊരാണിന്റെ ജീവൻ ഇവളെപ്പോലുള്ളവരുടെ ഫോൺ കാരണം നഷ്ടപ്പെടരുത്. ഞാൻ ചോദിച്ചു തുടങ്ങിയപ്പോഴേക്കും ആള് പെട്ടെന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു. ഇറങ്ങി ഓടുന്നതോ ഇവർ ചോദിക്കുന്നതോ ഒന്നും വീഡിയോനകത്തില്ല. ഇവരിപ്പോൾ ഈ എഴുതി പിടിപ്പിച്ചതിൽ എന്തെങ്കിലും ആ വീഡിയോനകത്തുണ്ടെങ്കിൽ ആ വ്യക്തി തിരിഞ്ഞ സമയത്ത് ഈ ലേഡിയുടെ ദേഹത്ത് കൈ തട്ടുന്നത് മാത്രമാണുള്ളത്. അത് കൈ തട്ടാൻ വേണ്ടി നിന്നു കൊടുത്ത പോലെയും എനിക്ക് പേഴ്സണലി ഫീലായി. എങ്ങനെ നമ്മളൊരു ബസ്സിൽ നിൽക്കുക, ഫേസിങ് ടുവേർഡ്സ് ദി ഡ്രൈവർ അല്ലേ? ഫ്രണ്ടിക്ക് ഇങ്ങനെ ഫേസ് ചെയ്തല്ലേ നിൽക്കുക? അതല്ലേ അതിൻ്റെ ഒരു ഫിസിക്സ്? ഇങ്ങനെയാണ് നമ്മൾ നിൽക്കുക, സ്റ്റാൻഡിങ് അപ്രൈറ്റ്, അല്ല ഇങ്ങനെ സൈഡിക്ക് ഇങ്ങനെ ഏങ്കോണിച്ചുകൊണ്ടാണോ നിൽക്കുക? അപ്പോൾ ഈ സ്ത്രീ എന്താ ചെയ്തത്? ഈ വ്യക്തി അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ പോയിട്ട് ഒരാളുടെ അടുത്ത് നിന്നാൽ പരന്നു പോകുന്ന ഒരാൾ മേത്ത് ചിലപ്പോൾ തട്ടിപ്പോവും. എന്നിട്ട് അത് വീഡിയോ എടുത്തു. ലോകം മൊത്തം പറഞ്ഞു ഈ വ്യക്തി ആത്മഹത്യ ചെയ്തു. ഇവളെ പരത്തേറി വിളിക്കാനായിട്ടാണ് എന്റെ നാക്ക്. ഞാൻ വീണ്ടും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം സഹിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ആ മുഖം മനസ്സിലേക്ക് വന്നിട്ട് ഇവളെ പറഞ്ഞതൊന്നും മതിയാവുന്നില്ല. പ്രൈവറ്റ് ബസ്സുകളിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടലും മുട്ടലും എല്ലാം ഉണ്ടാവും. ഒരു ബസ് നിർത്തി അതിലെ യാത്രക്കാർ ഇറങ്ങാനായിട്ട് ബസ് നിർത്തി കൊടുക്കുമ്പോഴത്തേന് അവര് മുന്നിലേക്ക് നടക്കുന്നതിന്റെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് അയാൾ എന്നെ മുട്ടിയെന്ന് പറയുന്ന നിന്റെ ആ കോപ്പിലെ വീഡിയോ കണ്ടാലേ അറിയാം അതിനകത്ത് റീച്ച് ഉണ്ടാക്കാനാണ് എന്ന്. നിന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ, നീ പറഞ്ഞതുപോലെ അതൊരു പ്രതിഷേധമാണ് എന്നുണ്ടെങ്കിൽ, എന്തിനാടി കോപ്പെ നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വിശദീകരണ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്? ഇത്രയ്ക്ക് തരം താങ്ങു പോകരുത്. നമ്മുടെ കേരളത്തിലെ വളർന്നു വരുന്ന പെൺകുട്ടികളോടാണ് പറയുന്നത്, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തെണ്ടിത്തരം കാണിച്ചിട്ടും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കുമ്പോഴത്തേന് നമ്മുടെ മുന്നിലേക്ക് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ജീവിതമുണ്ട്. അത് ഇല്ലാണ്ടാക്കിക്കൊണ്ടാവരുത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയക്ക് വേണ്ടിയിട്ട് റീച്ച് ഉണ്ടാക്കാൻ നടക്കുന്നത്.